ഹരി ഓം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മൃത്യുഞ്ജയ സ്തോത്രമാണ്. 16 ശ്ലോകങ്ങളുള്ള അതിദിവ്യമായ സ്തോത്രമാണ്. ഇതിന് ശരിക്കും മന്ത്രസ്വഭാവമാണുള്ളത്. മന്ത്രം എന്നാൽ മനനാത്രായത്തെ ഇതി മന്ത്ര. മനനം ചെയ്യുന്നവനെ രക്ഷ നൽകുന്നതെന്തോ അത് മന്ത്രം. ഈ സ്തോത്രത്തെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ജപിക്കുകയാണെങ്കിൽ ഈ സ്തോത്രം നമുക്ക് രക്ഷയെ നൽകും. ഇതിൻ്റെ പേരിൽ നിന്ന് തന്നെ ഏതു വിധത്തിലുള്ള രക്ഷയാണെന്ന് മനസ്സിലാക്കാം. മൃത്യുവിൽ നിന്നുമുള്ള രക്ഷയാണ്. കാരണം മൃത്യുഞ്ജയം എന്നാണ് പറയുന്നത്. മൃത്യുവിനെ ജയിപ്പിക്കുന്ന, മൃത്യുവിനെ തരണം ചെയ്യിപ്പിക്കുന്ന സ്തോത്രമാണിത്. ഇത് ഭഗവാൻ പരമശിവനെയാണ് സ്തുതിക്കുന്നത്. അതുകൊണ്ടും ഇത് മൃത്യുഞ്ജയ സ്തോത്രമാണ്. കാരണം ഭഗവാൻ മൃത്യുഞ്ജയനാണ്, മൃത്യുവിനെ ജയിച്ചവനാണ്. മൃത്യുവിൻ്റെ സ്വാധീനം സംസാരത്തിൽ മാത്രമേ ഉള്ളൂ. സംസാരം എന്നാൽ ജനന മരണ ചക്രം. ജനിക്കുന്നു, മരിക്കുന്നു, വീണ്ടും ജനിക്കുന്നു, വീണ്ടും മരിക്കുന്നു, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ചക്രമാണ് സംസാരം. ഇത് മായയാണ്. ഇവിടെയാണ് മൃത്യുവിൻ്റെ സ്വാധീനമുള്ളത്. ഇതിൽ കുടുങ്ങിയവരെല്ലാം മൃത്യുവിന് വശഗതരാണ്. അതുകൊണ്ടാണ് നമ്മളെയെല്ലാം മർത്യരെന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ സംസാരത്തെ തരണം ചെയ്തുകൊണ്ട് താൻ പരബ്രഹ്മ വസ്തുവാണെന്ന ബോധത്തിലേക്ക് ഒരുവൻ ഉയർന്നാൽ അവൻ മൃത്യുവിനെ തരണം ചെയ്യുന്നു. ആ ബോധത്തെ ലോകത്തിന് പ്രദാനം ചെയ്യുന്നവനാണ് മഹേശ്വരൻ. അതുകൊണ്ട് അദ്ദേഹം മൃത്യുഞ്ജയനാണ്. സ്വയം പരബ്രഹ്മ സ്വരൂപനാണ്. അതുകൊണ്ട് അദ്ദേഹം മൃത്യുഞ്ജയനാണ്. ആ ഭഗവാനെ സ്തുതിക്കുന്ന സ്തോത്രമാണിത്. 16 ശ്ലോകങ്ങൾ. നിത്യപാരായണത്തിന് വളരെ നല്ല ഒരു സ്തോത്രമാണ്. നമുക്ക് ഈ സ്തോത്രത്തിന്റെ ഓരോ ശ്ലോകവും പതുക്കെ ചൊല്ലി അതിന്റെ അർത്ഥത്തെ ചെറുതായി ഒന്ന് വിശകലനം ചെയ്യാം. ആദ്യത്തെ ശ്ലോകം രത്നസാനുശരാസനം രജതാദ്രിശൃംഗനികേതനം ശിഞ്ചിനീകൃത പന്നഗേശ്വരമച്യുതാനലസായകം ക്ഷിപ്രദഗ്ധപുരത്രയം ത്രിദശാലയൈരഭിവന്ദിതം ചന്ദ്രശേഖരമാശ്രയേ മമ കിം കരിഷ്യതി വൈ യമഃ. ഇവിടെ അവസാനമായി പറയുന്ന വരി ഇടയ്ക്ക് ആവർത്തിക്കുന്നുണ്ട്. ചന്ദ്രശേഖരമാശ്രയേ. ചന്ദ്രശേഖരം, ചന്ദ്രനെ മകുടമാക്കിയവൻ, ചന്ദ്രകലയെ ശിരസിൽ ധരിച്ചവൻ എന്നർത്ഥത്തിൽ ചന്ദ്രശേഖരൻ. ആ ചന്ദ്രശേഖരനെ ആശ്രയിക്കുന്ന എന്നെ കിം കരിഷ്യതി വൈ യമഃ. യമൻ എന്തു ചെയ്യാനാണ്? ഇതൊരു ചോദ്യമാണ്. ഭക്തൻ ഭഗവാന്റെ മഹിമയെ പരിപൂർണമായി ഉൾക്കൊള്ളുന്ന സമയത്ത് ആ അനുഭൂതിയിൽ നിന്നും അവൻ പറയുന്ന സത്യവാക്കാണിത്. ഇതൊരു വെല്ലുവിളിയല്ല. മൃത്യുവിനെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ മൃത്യുവിനൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന അനുഭവം സിദ്ധിച്ചുകൊണ്ട് ഭഗവാന്റെ മഹിമയെയാണ് അവിടെ വാഴ്ത്തുന്നത്. ഭഗവാന്റെ ശരണാഗതി നേടിയ ആർക്കും മൃത്യുവിന്റെ സ്പർശമില്ല എന്ന് ഭക്തൻ ഉറപ്പ് വരികയാണ്. ആ ഉറപ്പിൽ നിന്നാണ് ഈ പ്രയോഗം വരുന്നത്. തുടർന്ന് ഇവിടെ പറയുന്നു രജതാദ്രി ശൃംഗനികേതനം. രജതാദ്രി എന്ന് പറഞ്ഞാൽ കൈലാസം. കൈലാസത്തിന്റെ കൊടുമുടിയിൽ വസിക്കുന്നവനാണ്. അവിടെ രത്നസാനു ശരാസനം. രത്നസാനു എന്ന് പറഞ്ഞാൽ മേരുപർവ്വതം. മേരുപർവ്വതത്തെ ശരാസനമാക്കിയവൻ. ശരാസനം എന്ന് പറഞ്ഞാൽ വില്ല്. അപ്പോൾ മേരുപർവ്വതത്തെ ഒരു വില്ലാക്കി പിടിച്ചുകൊണ്ട് കൈലാസത്തിൽ ഇരിക്കുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ജ്ഞാൻ എന്താണ്? ആ വില്ലനൊരു ജ്ഞാൻ വേണമല്ലോ. അത് പറയുന്നു ശിഞ്ചിനീകൃത പന്നഗേശ്വരം. പന്നകം, സർപ്പം, സർപ്പരാജാവിനെ ജ്ഞാനാക്കി മാറ്റിയിരിക്കുന്നു. ശിഞ്ചിനി എന്ന് പറഞ്ഞാൽ ജ്ഞാനം. അച്യുതാനല സായകം. അമ്പോ സാക്ഷാത് അച്യുതനാകുന്ന അഗ്നി. ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അമ്പാണ്. മഹാവിഷ്ണു തന്നെയാണ് അമ്പ്. അങ്ങനെ ഈ കൈലാസ പർവ്വതത്തിന്റെ മുകളിൽ മേരുപർവ്വതത്തെ ഒരു വില്ലാക്കി, അച്യുതനെ ഒരു അമ്പാക്കി, സർപ്പരാജാവിനെ ഞാനാക്കി പിടിച്ചു നിൽക്കുന്ന അദ്ദേഹം ക്ഷിപ്രദഗ്ധ പുരത്രയം, 3 പുരങ്ങളെയും നശിപ്പിച്ചു. ത്രിപുരദഹനം ഇതിനു മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ 3 പുരങ്ങളെയും 3 പുരങ്ങളിൽ വസിക്കുന്ന അസുരന്മാരെയും ഒരേ സമയം വധിച്ചവൻ. അതുകൊണ്ട് അദ്ദേഹം ത്രിപുരാന്തകൻ എന്ന് വിളിക്കപ്പെടുന്നു, ത്രിപുരാരി എന്ന് വിളിക്കപ്പെടുന്നു. ത്രിദശാലയൈരഭിവന്ദിതം. സുരന്മാരാൽ സദാ വന്ദിക്കപ്പെടുന്നവൻ. കാരണം ഭഗവാൻ അവർക്ക് ആശ്രയം നൽകിയത് കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. ത്രിപുരന്മാരെ ലോകത്തിന് നാശം വിതയ്ക്കാൻ തുടങ്ങിയപ്പോൾ ആ ത്രിപുരാസുരന്മാരെ വധിച്ചുകൊണ്ട് ദേവന്മാർക്കും മറ്റുള്ളവർക്കും ആശ്വാസം നൽകിയവൻ ആ ഭഗവാൻ ചന്ദ്രശേഖരനെ ഞാൻ ആശ്രയിച്ചിരിക്കുന്നു. അദ്ദേഹം എനിക്ക് അഭയം നൽകിയിരിക്കുന്നു. അങ്ങനെയുള്ള എന്നെ മൃത്യു എന്ത് ചെയ്യാനാണ്? യമൻ എന്തു ചെയ്യാനാണ് എന്നാണ് ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ ചോദിക്കുന്നത്. രണ്ടാമത്തെ ശ്ലോകത്തിൽ പഞ്ചപാദപ പുഷ്പഗന്ധി പദാംബുജദ്വയ ശോഭിതം ഭാലലോചന ജാതപാവക ദഗ്ധമന്മഥ വിഗ്രഹം ഭസ്മദിഗ്ധ കലേവരം ഭവനാശിനം ഭവമവ്യയം ചന്ദ്രശേഖരമാശ്രയേ മമ കിം കരിഷ്യതി വൈ യമഃ.
പഞ്ചപാദപ പുഷ്പഗന്ധി പദാംബുജദ്വയ ശോഭിതം. പഞ്ചവൃക്ഷങ്ങളുടെ കുസുമങ്ങളാൽ ആരുടെ കാല് നിത്യവും ശോഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ പഞ്ചകുസുമങ്ങൾ എന്ന് പറയുന്നത് കാമദേവന്റെ അമ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. 5 പൂക്കളെ കൊണ്ടാണ് കാമദേവന്റെ അമ്പ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ കാമദേവൻ ഭഗവാനെ തന്റെ വശഗതനാക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ കഥ എല്ലാവർക്കും അറിയാം. അങ്ങനെ ശ്രമിച്ചിരിക്കുമ്പോഴും ആ പൂക്കള് ഭഗവാന് അർച്ചന ചെയ്യപ്പെട്ട പോലെ ഭഗവാന്റെ തൃപ്പാദങ്ങളിലാണ് വന്ന് വീണിരിക്കുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് ഭഗവാനെ അത് സ്വാധീനിച്ചില്ല. കാമൻ പോലും ഭഗവാനെ സ്പർശിക്കാൻ പറ്റാതെ മാറി നിൽക്കുന്നു. ലോകത്തെ മുഴുവൻ സ്പർശിക്കുന്ന, ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന ശക്തിയാണ് കാമദേവൻ. അദ്ദേഹത്തിന് പോലും ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല. അത്രയും മഹിമാവോട് കൂടിയവനാണെന്ന് കാണിക്കാൻ കാമന്റെ ആ 5 ബാണങ്ങളും കുസുമങ്ങളായി ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വീണ് കിടക്കുന്നു, ഒരു അർച്ചന പോലെ. ബാലലോചന ജാതപാവക ദഗ്ധമന്മഥ വിഗ്രഹം. തന്റെ 3-ാം കണ്ണിൽ നിന്നും ഉദ്ഭവിച്ചിട്ടുള്ള അഗ്നി കൊണ്ട് കാമദേവനെ, മന്മഥനെ ദഹിപ്പിച്ചവൻ. ഭഗവാന് നേർക്ക് ശരം അയച്ചപ്പോൾ ഭഗവാൻ തൃക്കണ്ണു തുറന്നു. അങ്ങനെ കാമദേവന് ദേഹമില്ലാതെയായി, അദ്ദേഹം അനങ്കനായി. ഭസ്മദിഗ്ധ കലേവരം. ദേഹമാസകലം ഭസ്മത്തെ ധരിച്ചിരിക്കുന്നവൻ. കാരണം ഭഗവാന്റെ കാന്തി അത്രയും അധികമാണ്. ഭഗവാനെ ആർക്കും നോക്കാൻ പറ്റില്ല, അത്രയും തേജസ്സുള്ള മൂർത്തിയാണ്. അപ്പൊ ഭക്തർ തന്നെ കണ്ടോട്ടെ എന്ന ദയയോടുകൂടി, കരുണയോടുകൂടി ദേഹമാസകലം ഭസ്മം പൂശിയിരിക്കുകയാണ്, ഭക്തർക്ക് ദർശനം കൊടുക്കാൻ വേണ്ടി. അത്രയും ഭക്തവാത്സല്യമുള്ള ഭഗവാനാണ്. ഭവനാശിനം. ഭവം എന്നാൽ സംസാരം, സംസാരത്തെ നശിപ്പിക്കുന്നവൻ, ജനന മരണ ചക്രത്തെ ഇല്ലാതെയാക്കുന്നവൻ. ഭഗവാനെ ശരണം പ്രാപിച്ചാൽ പിന്നെ ജനിക്കേണ്ട ആവശ്യമില്ല. കാരണം മനസ്സിൽ പിന്നെ ഒരു കാമനയും ഉണ്ടാകില്ല, ഒരു സങ്കല്പവും ഉണ്ടാകില്ല. സങ്കല്പമില്ലാത്തവന് പിന്നെ വീണ്ടും വീണ്ടും കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ കർമ്മചക്രത്തിൽ നിന്നും ശാശ്വതമായ മോചനം നൽകുന്നവനായതുകൊണ്ട് ഭവനാശിനം, ഭവം ഭവിച്ചവൻ, വിശ്വം തന്നെ സ്വരൂപമായിരിക്കുന്നവൻ. ഇവിടെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഭഗവാൻ തന്നെയാണ്. ഭഗവാനിൽ നിന്ന് അന്യമായി ഒന്നുമില്ല. അതുകൊണ്ട് ഭവൻ, അവ്യയൻ. അവ്യയൻ എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തവൻ. പ്രപഞ്ചത്തെ നോക്കുമ്പോൾ നിത്യം പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പലതും നശിക്കുന്നു, വീണ്ടും പുതിയതുണ്ടാകുന്നു എന്ന് നമുക്ക് തോന്നും. എന്നാൽ അതിന്റെ സത്തയായ ശിവനെ നമ്മൾ അറിഞ്ഞാൽ ഒരു മാറ്റവും സംഭവിക്കാതെ നിത്യവസ്തുവായി ശോഭിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം അവ്യയനാണ്. അങ്ങനെയുള്ള ചന്ദ്രശേഖരനെ ആശ്രയിക്കുന്ന എന്നെ മൃത്യു എന്ത് ചെയ്യാനാണ് എന്നിവിടെ ചോദിക്കുന്നു. അടുത്ത ശ്ലോകം. മത്തവാരണ മുഖ്യ ചർമ്മ കൃതോത്തരീയ മനോഹരം പങ്കജാസന പത്മലോചന പൂജിതാംഘ്രി സരോരുഹം ദേവസിദ്ധ തരംഗിനീകര സിക്ത ശീത ജടാധരം ചന്ദ്രശേഖരമാശ്രയേ മമ കിം കരിഷ്യതി വയ്യമ. മത്തവാരണ മുഖ്യ ചർമ്മ കൃതോത്തരീയ മനോഹരം. ഭഗവാന്റെ ഉത്തരീയം മത്തഗജത്തിന്റെ തോലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. മത്തഗജം ഇവിടെ മനസ്സിനെ സൂചിപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിൽ അഹങ്കാരം എന്ന മതപ്പാടോടുകൂടി അലയുന്ന ആ മനസ്സാണ് മത്തഗജം. അതിന്റെ ചർമ്മത്തെ ഉടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അടുത്ത് ചെന്നാൽ ആ മനസ്സ് ശാന്തമാകും, അഹങ്കാരം ഇല്ലാതെയാകും. ഏറ്റവും സ്വസ്ഥവും സ്വച്ഛവുമായ മനസ്സോടുകൂടി ഭക്തന് ഇരിക്കാൻ സാധിക്കും. ഭഗവാന്റെ അടുത്തെത്തിയാൽ ഭഗവാന്റെ മഹിമ കൊണ്ട് അത് സാധിക്കും. അത് സൂചിപ്പിക്കാൻ താത്വികമായിട്ടാണ് മത്തഗജത്തിന്റെ തോലുടുത്തവൻ എന്നിവിടെ പറയുന്നത്. പങ്കജാസന പത്മലോചന പൂജിതാംഘ്രി സരോരുഹം. പങ്കജാസനൻ ബ്രഹ്മാവ്, ബ്രഹ്മദേവൻ. പത്മലോചനൻ നമ്മുടെ വിഷ്ണു, മഹാവിഷ്ണു. ഇവര് രണ്ടുപേരും സദാ ആരുടെ പാദപത്മങ്ങളെയാണോ പൂജിക്കുന്നത് അങ്ങനെയുള്ള പാദത്തോടു കൂടിയവൻ ഭഗവാൻ പരമശിവൻ. ദേവസിദ്ധ തരംഗിനി കരസിക്ത ശീത ജടാധരം. ദേവന്മാർക്കും സിദ്ധന്മാർക്കും ആശ്രയം നൽകുന്ന തരംഗിണി, അതായത് ഗംഗാദേവി, പ്രവാഹമായ ആ ഗംഗാദേവി ആരുടെ ജടയെ സദാ നനച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യർക്ക് മാത്രമല്ല, ദേവന്മാർക്കും സിദ്ധന്മാർക്ക് പോലും ആശ്രയിക്കാൻ യോഗ്യമായ അതിദിവ്യമായ അതിപാവനമായ ഒരു നദിയാണ് ഗംഗ. അലൗകികമായ നദിയാണ്. ആ ഗംഗ സദാ ഭഗവാന്റെ ജടയെ നനച്ചുകൊണ്ടിരിക്കുന്നു, തഴുകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ചന്ദ്രശേഖരനെ ആശ്രയിച്ചിരിക്കുന്ന എന്നെ മൃത്യു എന്ത് ചെയ്യാനാണ്? യമൻ എന്നെ എങ്ങനെ സ്പർശിക്കും? ഇതാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം, 4-ാമത്തെ ശ്ലോകം. കുണ്ടലീകൃത കുണ്ടലീശ്വര കുണ്ടലം വൃഷവാഹനം നാരദാദിമുനീശ്വര സ്തുത വൈഭവം ഭുവനേശ്വരം അന്ധകാന്തകമാശ്രിതം
അന്ധകാന്തകമാശ്രിതാമര പാദപം ശമനാന്തകം ചന്ദ്രശേഖരമാശ്രയേ മമ കിം കരിഷ്യതി വയ്യമ. കുണ്ടലീകൃത കുണ്ടലീശ്വര കുണ്ടലം. ഭഗവാന്റെ കുണ്ടലങ്ങൾ, സാധാരണ ആൾക്കാർ ചെവിയിൽ കമ്മൽ ധരിക്കും. ഭഗവാൻ ഇവിടെ കുണ്ടലങ്ങൾ ധരിച്ചിട്ടുള്ളത് സർപ്പരാജാവിനെയാണ്. ഭഗവാന്റെ വൈഭവത്തെ സൂചിപ്പിക്കുന്ന ഒരു ചിഹ്നമാണ്. സർപ്പം അജ്ഞാനത്തെ സൂചിപ്പിക്കുന്നു. പലതുണ്ടെന്ന തോന്നലാണ് അജ്ഞാനം. നമ്മളൊക്കെ അതിൽ കുടുങ്ങിപ്പോയവരാ. എന്നാൽ ആ അജ്ഞാനം ഭഗവാൻ ഒരു ആഭരണമാണ്. കാരണം ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്. ഭഗവാൻ ജ്ഞാനസ്വരൂപനാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചുരുണ്ട് ഒരു കുണ്ടലമായി ഭഗവാന്റെ കാതിൽ ആ അജ്ഞാനം കിടക്കുന്നു. കാരണം ഭഗവാനെ അത് സ്വാധീനിക്കുന്നില്ല. ഭഗവാൻ അതിനതീതമായിരിക്കണം. അപ്പൊ അജ്ഞാനത്തെ ഒരു അലങ്കാരം പോലെ ഉടുത്തിരിക്കുകയാണ് എന്ന് സൂചിപ്പിക്കാൻ സർപ്പരാജാവിനെ കുണ്ടലമായി ധരിച്ചിരിക്കുന്നവൻ. വൃഷവാഹനം, കാളയെ വാഹനമാക്കിയവൻ, നന്ദികേശ്വരനെ വാഹനമാക്കിയവൻ. കാള ധർമ്മത്തിന്റെ സ്വരൂപമാണ്. അപ്പൊ ധർമ്മത്തിൽ ചരിക്കുന്നവൻ എന്ന് സൂചിപ്പിക്കാൻ വൃഷവാഹനം. നാരദാദി മുനീശ്വര സ്തുതവൈഭവം. നാരദൻ തുടങ്ങിയിട്ടുള്ള മുനിമാരും ദേവർഷിമാരും മഹർഷിമാരും ബ്രഹ്മർഷിമാരും ഇങ്ങനെയുള്ള എല്ലാവരും, എല്ലാ സജ്ജനങ്ങളും സദാ ഏതെല്ലാം ഭാവത്തിൽ എങ്ങനെയെല്ലാം സ്തുതിക്കുന്നുവോ ആ സ്തുതിയെല്ലാം ചെന്നെത്തുന്നത് മഹേശ്വരനാണ്. അതുകൊണ്ട് എല്ലാവരാലും സദാ സ്തുതിക്കപ്പെടുന്നവൻ, അങ്ങനെയുള്ള വൈഭവത്തോടു കൂടിയവൻ. ഭഗവാന്റെ വൈഭവം കാണുമ്പോൾ ആർക്കും സ്തുതിക്കാൻ തുടങ്ങും. ഭഗവാനെ ഉൾക്കൊള്ളാൻ ഒരു മനസ്സിനും സാധിക്കില്ല. കാരണം അനന്തമൂർത്തിയാണ്. മനസ്സ് പരിമിതമാണ്. പരിമിതമായ മനസ്സിൽ ഒരിക്കലും ഭഗവാനെ ഉൾപ്പെടുത്താൻ പറ്റില്ല. എന്നിരുന്നാലും ഭഗവാന്റെ വൈഭവം അനുഭവിക്കുമ്പോൾ ഉള്ളിൽ നിന്നും സ്വയം ഒഴുകുന്നതാണ് സ്തുതികൾ. അതുകൊണ്ട് നാരദൻ തുടങ്ങിയ മഹർഷിമാരെല്ലാം സദാ ഭഗവാന്റെ അടുത്തിരിക്കുമ്പോൾ ഭഗവാന്റെ ആ വൈഭവം അനുഭവിച്ച് അവർ പോലും അറിയാതെ അവരുടെ ഉള്ളിൽ നിന്നും സ്തുതി രൂപത്തിൽ അവരുടെ ആനന്ദം, അവരുടെ അനുഭൂതി പ്രവഹിക്കുന്നു. അങ്ങനെയുള്ള സ്വരൂപത്തോടു കൂടിയവൻ. ഭുവനേശ്വരം, ഭുവനത്തിന് ഈശ്വരനായിരിക്കുന്നവൻ. ഭുവനം എന്ന് പറഞ്ഞാൽ ഭൂമി എന്നർത്ഥമെടുക്കാം, പ്രപഞ്ചം എന്നർത്ഥമെടുക്കാം. പ്രപഞ്ചത്തിന് ഈശ്വരനായിരിക്കുന്നവൻ. അന്ധകാന്തകം, അന്ധകൻ എന്ന അസുരനെ വധിച്ചവൻ. ആശ്രിതാമര പാദപ ശമനാന്തകം, ആശ്രിതാമര പാദപം. അമരപാദപം എന്ന് പറഞ്ഞാൽ ദേവവൃക്ഷം, അതായത് കൽപ്പതരു. കൽപ്പതരുവിന്റെ പ്രത്യേകത എന്താണ്? ആശ്രയിക്കുന്നവരുടെ എല്ലാ ആഗ്രഹങ്ങളും അത് നടത്തിക്കൊടുക്കും. അപ്പോൾ ആശ്രയിക്കുന്നവർക്ക് ഒരു കൽപ്പവൃക്ഷമായി ഇരിക്കുന്നവൻ ആരോ അവനാണ് ആശ്രിതാമര പാദപം. ശമനാന്തകം, ശമനൻ എന്നാൽ യമൻ. യമനെ ഇല്ലാതെയാക്കിയവൻ, യമന്റെ അന്തകൻ, ശമനാന്തകൻ. അങ്ങനെയുള്ള ചന്ദ്രശേഖരനെ ആശ്രയിച്ചിരിക്കുന്ന എന്നെ യമൻ എന്തു ചെയ്യാനാണ്? യമനെ തന്നെ ഇല്ലാതെയാക്കുന്നവനാണ്. ആ ഭഗവാനെയാണ് ഞാൻ ആശ്രയിച്ചിരിക്കുന്നത്. അദ്ദേഹം എനിക്ക് അഭയം നൽകിയിരിക്കുന്നു. അങ്ങനെയുള്ള എന്നെ യമൻ എന്തു ചെയ്യാനാണെന്ന് ഇവിടെ ചോദിക്കുന്നു. അടുത്തതായി 5-ാമത്തെ ശ്ലോകം. യക്ഷരാജസഖം ഭഗാക്ഷിഹരം ഭുജംഗവിഭൂഷണം ശൈലരാജസുതാ പരിഷ്കൃത ചാരുവാമകലേവരം ശ്വേടനീലഗലം പരശ്വധ ധാരിണം മൃഗധാരിണം ചന്ദ്രശേഖരമാശ്രയേ മമ കിം കരിഷ്യതി വയ്യമ. യക്ഷരാജസഖം, യക്ഷരാജൻ എന്ന് പറഞ്ഞാൽ കുബേരൻ. കുബേരൻ ആത്മമിത്രമാണ് ഭഗവാന്റെ. ഭഗവാന്റെ ധാമത്തിനടുത്ത് തന്നെയാണ് അദ്ദേഹം വസിക്കുന്നത്. അളകാപുരി കൈലാസത്തിനടുത്താണ്. അപ്പോൾ ഭഗവാന്റെ സഖാവാണ് കുബേരൻ. എല്ലാ ദേവന്മാരുടെ മുഴുവൻ ധനത്തെ ശേഖരിച്ച് അതിനെ സുരക്ഷിതമായി നോക്കുന്ന ട്രഷററാണ് കുബേരൻ. ആ കുബേരൻ പോലും ഭഗവാന് സഖാവാണ്. കാരണം എല്ലാ ഐശ്വര്യത്തിന്റെയും നിധാനം ഭഗവാനാണ്. ഭഗവാനെ ആശ്രയിച്ചാൽ മാത്രമേ ഐശ്വര്യം നിലനിൽക്കൂ. കാരണം ഈശ്വരൻ ഉള്ളത് എന്തോ അതാണ് ഐശ്വര്യം. അപ്പോൾ ഐശ്വര്യത്തിന്റെ ദേവതയായി നിൽക്കുന്ന, അതിനെ സംരക്ഷിച്ചു നിർത്തുന്ന കുബേരൻ ഭഗവാന്റെ സഖാവാണ് എന്നിവിടെ പറയുന്നു. ഭഗാക്ഷിഹരം, ഭഗന്റെ കണ്ണുകളെ ഹരിച്ചവൻ, ഭഗവന്റെ കണ്ണുകളെ ഇല്ലാതെയാക്കിയവൻ. ഭുജംഗ വിഭൂഷണം, സർപ്പത്തെ വിഭൂഷണമായി അലങ്കാരമായി അണിഞ്ഞവൻ. കഴുത്തിലൊക്കെ മാലയായിട്ട് സർപ്പത്തെയാണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്. നേരത്തെ കുണ്ടലത്തിന്റെ കാര്യം പറഞ്ഞ പോലത്തെ അർത്ഥം തന്നെയാണ് ഇവിടെ. അതായത് അജ്ഞാനത്തെ ജയിച്ചവനാണ് അദ്ദേഹം. അതുകൊണ്ട് ആ ഭാവത്തിൽ ഇരിക്കുന്നവനാണ്. ശൈലരാജസുതാ പരിഷ്കൃത ചാരുവാമ കലേവരം, ഭഗവാന്റെ ഇടത്തുഭാഗത്ത് ഹിമാലയന്റെ പുത്രി, ഹിമവാന്റെ പുത്രിയായ പാർവതി സദാ ശോഭിച്ചുകൊണ്ടിരിക്കുന്നു. ശക്തിയാണ് പാർവതി. ശക്തി സദാ ശിവനോടൊത്തു തന്നെയാണ്. ശിവനെയും ശക്തിയെയും വേർതിരിച്ചു പറയാൻ ബുദ്ധിമുട്ടാണ്.
രണ്ടായി തോന്നുമെങ്കിലും ഒന്നു തന്നെയാണ്. ആ ഭാവത്തിൽ ഇരിക്കുന്നവൻ. ശ്വേടനീലഗളം, അതായത് നീലകണ്ഠനായി ഇരിക്കുന്നവൻ. ലോകത്തെ മുഴുവൻ ബാധിച്ച വിഷത്തെ പാനം ചെയ്തുകൊണ്ട് തൻ്റെ കഴുത്തിൽ ഒരു അലങ്കാരമാക്കി മാറ്റിയവനാണ്. അതുകൊണ്ട് ശ്വേടനീലഗളം. പരശ്വതധാരിണം മൃഗധാരിണം, ഒരു കൈയിൽ പരശുവിനെ മഴുവിനെ ധരിച്ചിരിക്കുന്നു, മറ്റേ കൈയിൽ മൃഗത്തെ മാനിനെ ധരിച്ചിരിക്കുന്നു. ഇങ്ങനെ രണ്ട് കൈയിലും രണ്ടും ധരിച്ചിരിക്കുന്ന ആ ഭഗവാൻ, ആ ചന്ദ്രശേഖരനെ ഞാൻ ആശ്രയിച്ചിരിക്കുന്നു. ഇവിടെ നമ്മുടെ അജ്ഞാനത്തെ ഇല്ലാതെയാക്കുന്ന ആയുധമാണ്, ജ്ഞാനമാണ് മഴു. അതുപോലെ മാന്, ആ മൃഗം എന്ന് പറയുന്നത് നമ്മുടെ പശുത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ വളരെ താഴ്ന്ന തലത്തിലുള്ള വാസനകളെല്ലാം ഉണ്ട്. അതിനെ അടക്കി നിർത്തുന്നവനാണ് ഭഗവാൻ. ഭഗവാന്റെ കൃപയുണ്ടായാൽ ആ പശുത്വം ഇല്ലാതെയാകും. അതുകൊണ്ട് മൃഗത്തെ ധരിച്ചിരിക്കുന്നു. ഒരു കയ്യിൽ പരശുവും ഒരു കയ്യിൽ മൃഗത്തെയും ധരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ചന്ദ്രശേഖരനെ ഞാൻ ആശ്രയിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള എന്നെ മൃത്യു എന്ത് ചെയ്യാനാണ്, യമൻ എന്ത് ചെയ്യാനാണെന്ന് ഇവിടെ ചോദിക്കുന്നു. അടുത്തതായി 6ാമത്തെ ശ്ലോകമാണ്. ഭേഷജം ഭവരോഗിനാമഖിലാപദാമപഹാരിണം ദക്ഷയജ്ഞ വിനാശിനം ത്രിഗുണാത്മകം ത്രിവിലോചനം ഭുക്തിമുക്തിഫലപ്രദം നിഖിലാഘസംഗ നിബർഹനം ചന്ദ്രശേഖരമാശ്രയേ മമ കിം കരിഷ്യതി വൈ യമഃ. ഭവരോഗിനാം ഭേഷജം, ഭവം സംസാരം, ജനന മരണ ചക്രം. ആ രോഗം ഗ്രസ്തമായിട്ടുള്ളവർ മർത്യൻ, അവർക്ക് ഔഷധം നൽകാൻ കേൾപ്പുള്ള വൈദ്യനായിരിക്കുന്നവൻ. അങ്ങനെയുള്ള ഭഗവാന് ഞാൻ ആശ്രയിച്ചിരിക്കുന്നു. അഖിലാപദാം അപഹാരിണം, എല്ലാ ആപത്തുകളെയും ഹരിക്കുന്നവനാണ്. സംസാരത്തിൽ പെട്ടിട്ടുള്ള എല്ലാവർക്കും പലതരത്തിലുള്ള ആപത്തുകളും നേരിടേണ്ടി വരും. അത് സംസാരത്തിന്റെ സ്വഭാവമാണ്. പക്ഷെ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ആ ആപത്തുകളിൽ നിന്നെല്ലാം ശാശ്വതമായ മോചനം. അത് ഏതേത് ആപത്ത് എപ്പോഴെപ്പോൾ വരുന്നു അപ്പോഴൊക്കെ ഏതെങ്കിലും ഒരു ഭാവത്തിൽ വന്ന് നമുക്ക് രക്ഷയെ പ്രദാനം ചെയ്യുന്നവനായതുകൊണ്ട് എല്ലാ ആപത്തുകളെയും ഇല്ലാതെയാക്കുന്നവൻ, ഹരിക്കുന്നവനാണ് ഭഗവാൻ. ദക്ഷയജ്ഞ വിനാശിനം, ദക്ഷന്റെ യജ്ഞത്തെ മുടക്കിയവൻ. ദക്ഷൻ നമ്മുടെയൊക്കെ അഹങ്കാരമാണ്. അദ്ദേഹം അഹങ്കാരം കൊണ്ട് ഭഗവാനെ മാനിച്ചില്ല. ശിവതത്വത്തെ അംഗീകരിക്കാതെ ലോകമാണ് സത്യമെന്ന് വിചാരിച്ചിരിക്കുന്ന ഭാവമായിട്ട് നമുക്ക് ദക്ഷനെ കാണാം. അങ്ങനെ ഒരു ഭാവത്തിൽ നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ ആ പ്രവൃത്തിയെ മുഴുവൻ നശിപ്പിക്കുന്നവൻ, നമ്മുടെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കി നമുക്ക് സദ്ബുദ്ധിയെ പ്രദാനം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിൽ ഇവിടെ ദക്ഷയജ്ഞ വിനാശിനം എന്ന് പറഞ്ഞിരിക്കുന്നു. ത്രിഗുണാത്മകം, 3 ഗുണങ്ങളോട് കൂടിയവൻ. ഭഗവാൻ പ്രപഞ്ചമായി ഭവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. അതുകൊണ്ട് പ്രപഞ്ചത്തിന് 3 ഗുണങ്ങളുണ്ട്. വാസ്തവത്തിൽ ഭഗവാന് ഗുണങ്ങളില്ല. അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വരൂപം നിർഗുണമാണ്. എന്നാൽ പ്രപഞ്ചത്തിൽ ഇരിക്കുന്ന നമുക്ക് പ്രപഞ്ചത്തിലൂടെ മാത്രമേ ഭഗവാനെ അറിയാൻ പറ്റൂ. അപ്പൊ പ്രപഞ്ചത്തിൽ കാണുന്ന 3 ഗുണങ്ങളും, അതായത് സത്വം, രജസ്, തമസ് എന്ന 3 ഗുണങ്ങളും ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ തന്നെ ഭാവങ്ങളാണെന്ന ഭാവത്തിൽ ഭക്തർ അദ്ദേഹത്തെ ആരാധിക്കുന്നു. ത്രിവിലോചനം, 3 കണ്ണുകൾ ഉള്ളവൻ. 3 കണ്ണുകൾ എന്നുള്ളതിന് താത്വികമായി പറയുന്നത് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന 3 ഭാവത്തെയും കാണുന്നവൻ, 3നും സാക്ഷിയായിരിക്കുന്ന പരമാത്മതത്വം. അതുകൊണ്ട് 3 കണ്ണുകൾ ഉള്ളവൻ എന്ന് പൊതുവെ പറയും. ഭുക്തി മുക്തി ഫലപ്രദൻ, ലോകത്തിലുള്ള ഭോഗത്തെയും അതിൽ നിന്ന് ശാശ്വതമായ മോക്ഷത്തെയും ഒരുപോലെ പ്രദാനം ചെയ്യുന്നവൻ. ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ എത്ര കാലം ഈ ലോകത്തിൽ ഇരിക്കാൻ വിധിക്കപ്പെട്ടിട്ടുണ്ടോ അത്രയും കാലം സുഖമായി ലോകത്തിലുള്ള എല്ലാ സൗഖ്യവും അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കാൻ ഭഗവാന്റെ കൃപ കൊണ്ട് സാധിക്കും. അപ്പൊ ഭുക്തിയും ഭഗവാൻ നൽകുന്നു, മുക്തിയും നൽകുന്നു. നമ്മുടെ വാസനകളെല്ലാം അങ്ങനെ ഭോഗം അനുഭവിച്ച് ഇല്ലാതെയാക്കി ആ ഭോഗത്തിൽ നിന്ന് ശാശ്വതമായ മോചനവും നമുക്ക് നൽകുന്നു. അങ്ങനെയുള്ള ഭഗവാനാണ് പരമശിവൻ. നിഖിലാകസംഗ നിബർഹണം, നമ്മുടെ എല്ലാ പാപങ്ങളെയും ഇല്ലാതെയാക്കുന്നവനാണ്. എല്ലാ പാപങ്ങളെയും ഇല്ലാതെയാക്കും. പാപം ചെയ്യാനുള്ള വാസനയെ തന്നെ ഇല്ലാതെയാക്കും. നമ്മുടെ ഉള്ളിൽ പാപം ചെയ്യാനുള്ള വാസന അവശേഷിക്കുന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് പശ്ചാത്തപിച്ച് ആ പാപത്തിൽ നിന്ന് മോചനം നേടിയാലും പുതിയ പാപങ്ങൾ നമ്മൾ ചെയ്യും. അപ്പോൾ വീണ്ടും വീണ്ടും സംസാര ചക്രത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് മറ്റു പ്രായശ്ചിത്ത കർമ്മങ്ങളെ കൊണ്ടുള്ള ഫലത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ഭഗവാനെ ആശ്രയിക്കുന്നത്. കാരണം ഭഗവാനെ ആശ്രയിച്ചാൽ പാപങ്ങളല്ല, പാപങ്ങളുടെ വാസന തന്നെ ഇല്ലാതെയാകും. പിന്നെ പാപം സംഭവിക്കുന്നില്ല, പിന്നെ ശാശ്വതമായ മോചനമാണ്. അങ്ങനെയുള്ള ആ ചന്ദ്രശേഖരനെ ഞാൻ ആശ്രയിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള എന്നെ യമൻ എന്തു ചെയ്യാനാണെന്ന് ഇവിടെ വീണ്ടും ചോദിക്കുന്നു. അടുത്തത് 7ാമത്തെ ശ്ലോകമാണ്. ഭക്തവത്സലമർച്ചതാം നിധിമക്ഷയം ഹരിദംബരം
സർവഭൂതപതിം പരാത്പരം അനൂപമം ഭൂമിവാരിന ഭോ ഹുതാശന സോമപാലിത സ്വാകൃതിം ചന്ദ്രശേഖരമാശ്രയേ മമ കിം കരിഷ്യതി വയ്യമ. ഭക്തവത്സലം, ഭക്തന്മാരോട് വാത്സല്യമുള്ളവൻ. ഭക്തർ ഭഗവാന്റെ അടുത്ത് ചെന്ന് ആശ്രയം പ്രാപിച്ചാൽ പിന്നെ ഭഗവാനോട് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, എല്ലാം അറിഞ്ഞു ചെയ്യും. കാരണം അത്രയും വാത്സല്യമാണ്. നേരത്തെ ഭസ്മം പൂശിയ കാര്യം പറഞ്ഞപ്പോൾ ഇത് സൂചിപ്പിച്ചതാണ്. ഭക്തർ എന്നെ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഭഗവാൻ ആ ഭാവത്തിൽ ഇരിക്കുന്നത്. കാരണം അത്രയും കാന്തിയാണ്, കാണാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് കാണാൻ വേണ്ടി, സത്യം പറഞ്ഞാൽ ഭഗവാന് രൂപം പോലുമില്ല. അപ്പൊ രൂപം എടുത്തത് തന്നെ കരുണയോട് കൂടിയാണ്, നമുക്ക് കാണാൻ വേണ്ടി, ആരാധിക്കാൻ വേണ്ടി, അതിലൂടെ നമുക്ക് മോക്ഷം ലഭിക്കട്ടെ എന്ന് കരുതി നമ്മളോടുള്ള കാരുണ്യം കൊണ്ട്, വാത്സല്യം കൊണ്ടാണ് ഭഗവാൻ രൂപം തന്നെ ധരിക്കുന്നത്. അപ്പോൾ ഭക്തവത്സലനാണ്. അർച്ചതാം നിധിമക്ഷയം, അർച്ചിക്കുന്നവർക്ക് അക്ഷയമായ നിധിയായി വസിക്കുന്നവൻ. അക്ഷയമായ നിധി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്ത ഐശ്വര്യം. ഈശ്വരൻ ഉള്ളതെന്തോ അതാണ് ഐശ്വര്യം. അപ്പൊ ഈശ്വരനെ തന്നെയാണ് ഭഗവാൻ കൊടുക്കുന്നത്. പിന്നെ ഐശ്വര്യത്തിന് ഒരു ക്ഷയവും സംഭവിക്കില്ല. ഈശ്വരൻ ഉണ്ടെങ്കിൽ എല്ലാ മംഗളങ്ങളും താനേ സംഭവിക്കും. അപ്പൊ ഭഗവാനെ ആരർച്ചിക്കുന്നുവോ, ഭഗവാനെ ആരാശ്രയിക്കുന്നുവോ, ഉപാസിക്കുന്നുവോ അവർക്ക് എല്ലാ ഐശ്വര്യവും ലഭിക്കും. അതിനൊരു കുറവും ഒരു കാലത്തും ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ്. ഹരിദംബരം, ഹരിത്ത് എന്ന് പറഞ്ഞാൽ ദിക്ക്, ദിക്കിനെ തന്നെ വസ്ത്രമാക്കി ധരിച്ചവൻ. ഒന്നും ഉടുക്കാത്തവൻ എന്നൊരർത്ഥം ഇതിനുണ്ട്, ഒന്നും ധരിക്കാത്തവൻ. രണ്ടാമത്തത്, അദ്ദേഹം സർവവ്യാപിയാണ്. അതുകൊണ്ട് ഒന്നിലും അദ്ദേഹത്തെ പരിമിതപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ ദിക്ക് തന്നെ അമ്പരമായിരിക്കുന്നു. കാരണം എല്ലായിടത്തും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്നവനാണെന്ന് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നു. സർവഭൂതപതി, എല്ലാ ഭൂതങ്ങളുടെയും പതിയായിരിക്കുന്നവൻ. ഭൂത ശബ്ദത്തിന് ഭവിച്ചത് എന്നാണ് അർത്ഥം. പ്രപഞ്ചം തന്നെ ഭൂതമാണ്. അപ്പൊ ഭവിച്ചിട്ടുള്ളത് എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം പതിയായിരിക്കുന്നവൻ, അതിനെയെല്ലാം നിയന്ത്രിക്കുന്നവൻ, ഭരിക്കുന്നവൻ. സർവഭൂതപതി. പരാത്പരം, ഭഗവാന് അപ്പുറം ഒന്നുമില്ല. എല്ലാത്തിനെയും തരണം ചെയ്ത് എന്തെങ്കിലും ഒന്ന് അവശേഷിക്കുന്നുണ്ടോ അതാണ് ശിവം, പരബ്രഹ്മം. അതുകൊണ്ട് പരാത്പരനാണ് അദ്ദേഹം. അദ്ദേഹത്തിനപ്പുറം പിന്നെ ചിന്തിക്കാനൊന്നുമില്ല. അദ്ദേഹത്തിലേക്ക് തന്നെ നമ്മുടെ മനസ്സെത്തില്ല സത്യം പറഞ്ഞാൽ. കാരണം മനസ്സിന് ഈ പ്രപഞ്ചത്തെ വിടാൻ പറ്റില്ല. അപ്പൊ നാമരൂപാത്മകമായ ഭാവത്തിൽ അദ്ദേഹത്തെ മനസ്സുകൊണ്ട് കാണാമെങ്കിലും അതിനപ്പുറമുള്ള അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വരൂപം ആ മനസ്സിന് പോലും പ്രാപ്യമല്ല. യൻ മനസാനമനുതേ യേനാഹുർ മനോമതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യദിദം ഉപാസത്തെ എന്ന് കേനോപനിഷത്ത് പറയുന്നു. ആ മഹിമാവോട് കൂടിയവനാണ് പരമശിവൻ. അപ്രമേയം അനൂപമം. അപ്രമേയം എന്ന് പറഞ്ഞാൽ അളക്കാൻ പറ്റാത്തവൻ. ഭഗവാനെ അളക്കാൻ പറ്റില്ല. കാരണം കാലദേശത്തിന് അതീതനാണ്. മനസ്സുകൊണ്ട് അളക്കണമെങ്കിൽ കാലവും ദേശവും എന്ന 2 മെഷർമെന്റ് വേണം. ഈ 2 ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അളക്കാൻ പറ്റൂ. ഇതിനതീതമായി നിൽക്കുന്ന ഒരു പൊരുളിനെ ഒരിക്കലും നമുക്ക് അളക്കാൻ പറ്റില്ല. അപ്പൊ അപ്രമേയനാണ്, അനൂപമനാണ്, ഉപമിക്കാൻ മറ്റൊന്നില്ല. അത് ഏക വസ്തുവാണ്. പ്രപഞ്ചത്തിൽ പലതിനെയും മറ്റു പലതിനോടും ഉപമിക്കാം. എന്നാൽ ഭഗവാനെ ഉപമിക്കാൻ, ഭഗവാനിൽ നിന്ന് അന്യമായി ഇവിടെ ഒന്നും തന്നെയില്ല. ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും വാസ്തവത്തിലില്ല. അതുകൊണ്ട് ഭഗവാനോട് ഉപമിക്കാനായിട്ട് ഒന്നുമില്ല. അങ്ങനത്തെയുള്ള അദ്വിതീയ ഭാവത്തിലിരിക്കുന്നവനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭൂമി വാരി നഭോഹുതാശന സോമപാലിത സ്വാകൃതി. ഭൂമി വാരി, വാരി എന്ന് പറഞ്ഞാൽ ജലം, സമുദ്രം. നഭസ്, ഹുതാശനൻ, ഹുതാശനൻ എന്ന് പറഞ്ഞാൽ അഗ്നി. സോമൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. ഇങ്ങനെ എല്ലാവരാലും സദാ പാലിക്കപ്പെടുന്ന, അർച്ചിക്കപ്പെടുന്ന, ആരാധിക്കപ്പെടുന്ന, അവർ ചുറ്റുമിരുന്നു കൊണ്ട് ഭഗവാനെ സദാ സേവിക്കുന്നു. അങ്ങനെയുള്ള ആകൃതിയോട് കൂടിയവനായ ആ ചന്ദ്രശേഖരനെ ഞാൻ ആശ്രയിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള എന്നെ മൃത്യു എന്ത് ചെയ്യാനാണെന്ന് വീണ്ടും ഇവിടെ ചോദിക്കുന്നു. അടുത്തത് 8ാമത്തെ ശ്ലോകമാണ്. വിശ്വസൃഷ്ടി വിധായിനം പുനരേവ പാലന തത്പരം സംഹരന്തമഥ പ്രപഞ്ചമശേഷലോക നിവാസിനം ക്രീഡയന്തമഹർനിശം ഗണനാഥയൂത സമാവൃതം ചന്ദ്രശേഖരമാശ്രയേ മമ കിം കരിഷ്യതി വയ്യമ. വിശ്വസൃഷ്ടി വിധായിനം, വിശ്വത്തെ സൃഷ്ടിക്കുന്നവനാണ്. ഭഗവാന്റെ പരിപൂർണ ഭാവത്തെയാണ് ഇവിടെ സ്തുതിക്കുന്നത്. നമ്മൾ വിഷ്ണു, ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു, വിഷ്ണു പാലിക്കുന്നു, ശിവൻ, രുദ്രൻ സംഹരിക്കുന്നു എന്നെല്ലാം പറയുന്നു. ത്രിമൂർത്തി ഭാവങ്ങൾ പറയുന്നു.
എന്നാൽ ഇതിനെല്ലാം അതീതമായി സൂക്ഷ്മമായി നോക്കിയാൽ എല്ലാ ഭാവത്തിൽ ഇരിക്കുന്നതും പരബ്രഹ്മമാണ്. ആ പരബ്രഹ്മ വസ്തുവിനെ, ആ സദാശിവ തത്വത്തെയാണ് ഇവിടെ സ്തുതിക്കുന്നത്. അതുകൊണ്ട് പറയുന്നു വിശ്വത്തെ സൃഷ്ടിക്കുന്നവനാണ്. പുനരേവ പാലന തത്പരം, അതിനെ പാലിക്കുന്നതും അവനാണ്, അതിൽ ശ്രദ്ധയുള്ളവനാണ്. വിശ്വത്തിന്റെ നിയമങ്ങൾ തെറ്റാതെ വിശ്വം ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമുക്കൊക്കെ നമ്മുടെ വാസനകൾ ഇല്ലാതെയാക്കാൻ, കർമ്മം ചെയ്തുകൊണ്ട് വാസനയെ ഇല്ലാതെയാക്കി മോചനം നേടാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മളോട് കരുണയുള്ളത് കൊണ്ട് ഈ വിശ്വത്തെ നിലനിർത്തണം എന്ന് മനസ്സിലാക്കി അതിൽ വളരെ ജാഗരൂകനായിരിക്കുന്നവനാണ് ഭഗവാൻ. സംഹരന്തമധ പ്രപഞ്ചം, പ്രപഞ്ചത്തെ സംഹരിക്കുന്നതും അദ്ദേഹമാണ്. ആ വാസനയുടെ ചക്രം പൂർണ്ണമായി എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൽ പ്രപഞ്ചത്തെ മുഴുവൻ തന്നിലേക്ക് ലയിപ്പിക്കുന്നവനാണ്. നശിപ്പിക്കുക എന്ന അർത്ഥമല്ല സംഹാരത്തിന് വാസ്തവത്തിൽ. ലയിപ്പിക്കുക, ചേർക്കുക എന്നാണ്. വിഘടിപ്പിക്കുന്നതാണ് സൃഷ്ടി, ചേർക്കുന്നതാണ് ലയം. അതിനെയാണ് സംഹാരം എന്ന് പറയുക. ആ സംഹാരത്തെ ചെയ്യുന്നവനാണ് ഭഗവാൻ. അശേഷ ലോക നിവാസിനം, എല്ലാ ലോകങ്ങളിലും വസിക്കുന്നവൻ. എല്ലാ ലോകങ്ങളും ആരിൽ വസിക്കുന്നുവോ അവൻ. ഇങ്ങനെ രണ്ടർത്ഥവും പറയാം. നമ്മുടെ എല്ലാം ഉള്ളിൽ ചൈതന്യമായി സ്ഫുരിക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് എല്ലാ ലോകത്തിലും ഭഗവാന്റെ സാന്നിധ്യമുണ്ട്. ലോകങ്ങളെ നമുക്ക് ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്ന് പറഞ്ഞാൽ അങ്ങനെയും അർത്ഥമെടുക്കാം. അപ്പൊ 3 അവസ്ഥകളെയും കാണുന്നവൻ, 3ലും സാന്നിധ്യമുള്ള സാക്ഷിഭാവത്തിൽ ഇരിക്കുന്നവൻ എന്ന് പറയാം. ഇനി ഈ മുഴുവൻ പ്രപഞ്ചത്തിനും ആധാരം എന്തെന്ന് അന്വേഷിച്ചാലും ഭഗവാനിൽ തന്നെ എത്തും. അപ്പൊ എല്ലാ ലോകങ്ങളും ആരിൽ നിവസിക്കുന്നുവോ ആ ഭഗവാന് നമസ്കാരം. ക്രീഡയന്ത മഹർനിശം ഗണനാഥയൂത സമാവൃത, ഗണനാഥനോട് കൂടിയിട്ടുള്ള ഗണങ്ങളോട് കൂടി ദിവസവും രാത്രിയും ക്രീഡിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ക്രീഡിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ തന്നെയാണ്. അതായത് സൃഷ്ടിക്കുക, നിലനിർത്തുക, സംഹരിക്കുക. ഇത് 3ഉം ഭഗവാനെ സംബന്ധിച്ച് ക്രീഡയാണ്. ഭഗവാൻ അതൊരു ഭാരമല്ല. നമ്മൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ചെയ്യുമ്പോൾ നമുക്കത് വളരെ വലിയൊരു ഭാരമാണ്, കാരണം ഉത്തരവാദിത്വമാണ്. അപ്പോൾ അത് കൃത്യമായി ചെയ്യണം, വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം, തെറ്റാൻ പാടില്ല, ഇങ്ങനെയെല്ലാം ഉള്ള ചിന്തയുണ്ടാവും. എന്നാൽ ഭഗവാന് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നത് വെറും ക്രീഡയാണ്, ലീലയാണ്. അപ്പോൾ ഗണനാഥൻ തുടങ്ങിയിട്ടുള്ള മറ്റു ഗണങ്ങളോടുകൂടി പ്രപഞ്ചത്തിലുള്ള എല്ലാ ശക്തികളെയും ഇവിടെ ഗണശബ്ദത്തിൽ ഉൾപ്പെടുത്താം. അവരെ എല്ലാം കൂടി, മാനവരാശി അടക്കം അതിൽപ്പെടും, അവരെ എല്ലാം കൂടി ഭഗവാൻ ഇങ്ങനെ ക്രീഡിച്ചുകൊണ്ടിരിക്കുകയാണ് സദാ. അങ്ങനെയുള്ള ചന്ദ്രശേഖരനെ ഞാൻ ആശ്രയിച്ചിരിക്കുന്നു. ആ എന്നെ യമൻ എന്തു ചെയ്യാനാണെന്ന് ഇവിടെ വീണ്ടും ചോദിക്കുന്നു. അടുത്തത് 9ാമത്തെ ശ്ലോകം. രുദ്രം പശുപതിം സ്ഥാനും നീലകണ്ഠമുമാപതിം നമാമി ശിരസാ ദേവം കിം നോ മൃത്യു കരിഷ്യതി. രുദം ദ്രാവയതീതി രുദ്ര, ദുഃഖത്തെ ഇല്ലാതെയാക്കുന്നവൻ രുദ്രൻ. പശുപതി, പശുക്കളുടെ പതി. പശു എന്ന ശബ്ദം കൊണ്ട് നമ്മളെ എല്ലാം സൂചിപ്പിച്ചിരിക്കുന്നു. കാരണം നമുക്കൊക്കെ പശുത്വമുണ്ട്. നമ്മൾ തുച്ഛമായ വാസനകളാൽ തുച്ഛമായ വസ്തുക്കളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന പശുക്കൾ തന്നെയാണ്. അങ്ങനെയുള്ള നമുക്കെല്ലാം പതിയായിരിക്കുന്നവൻ ഭഗവാൻ പശുപതി. സ്ഥാനം, സ്ഥിരതയുള്ളവൻ. ഭഗവാൻ ഒരു ഇളക്കവുമില്ല, അചഞ്ചലനാണ്, അചലനാണ്. കാരണം എല്ലാത്തിനും ആധാരമാണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ശക്തിക്ക് നിധാനമായിരിക്കുന്നത് ശിവനാണ്. അതുകൊണ്ട് സ്ഥാനുവാണ്. നീലകണ്ഠം, നീല നിറത്തിലുള്ള കണ്ഠത്തോടു കൂടിയവൻ. ലോകത്തെ ബാധിക്കുന്ന വിഷം, അജ്ഞാനം, അതിനെ പാനം ചെയ്ത് കണ്ഠത്തിൽ ഒരു അലങ്കാരമാക്കി മാറ്റിയിരിക്കുന്നു. അങ്ങനെയുള്ള നീലകണ്ഠൻ, ഉമാപതി, ഉമയുടെ പതി, സാക്ഷാത് ശക്തിയുടെ പതിഭാവത്തിലിരിക്കുന്നവൻ. ശക്തിയും ശിവനും ഒന്നാണ്. വീണ്ടും വീണ്ടും ഇത് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടായി പറയുന്നെങ്കിലും ഒന്നാണ്. അപ്പൊ അങ്ങനെ ശക്തിയുക്തനായിരിക്കുന്നവൻ, ശക്തിയുടെ പതിഭാവത്തിലിരിക്കുന്നവൻ ശിവൻ. അങ്ങനെയുള്ള ശിവനെ ശിരസാ നമാമി. അങ്ങനെയുള്ള ദേവനെ, ദേവൻ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നവൻ. നേരത്തെ പറഞ്ഞു ഭസ്മം ധരിച്ചിരിക്കുകയാണ്, കാരണം അത്രയും തേജസ്സുള്ളവനാണ്. അപ്പൊ പ്രകാശസ്വരൂപനാണ്. മറ്റൊരു പ്രകാശത്തെയും ആശ്രയിക്കാതെ സ്വയം പ്രകാശിച്ചിരിക്കുന്നവൻ. അങ്ങനെയുള്ള ദേവനെ ശിരസ്സുകൊണ്ട് നമാമി, ഞാൻ നമിക്കുന്നു. അങ്ങനെ നമിക്കുന്ന എന്നെ കിം നോ മൃത്യു കരിഷ്യതി, മൃത്യു എന്ത് ചെയ്യാനാണ്? ഞാൻ നമിക്കുന്നത് ജഗദീശ്വരനായ ആ മഹാദേവനെയാണ്. അങ്ങനെ ഭഗവാന്റെ ആശ്രയത്തിൽ വന്ന എന്നെ മൃത്യുവിന് സ്പർശിക്കാൻ പറ്റില്ല എന്ന ഭക്തന്റെ ഉറപ്പാണ് ഇവിടെ കാണുന്നത്. അത് കഴിഞ്ഞ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, 10ാമത്തെ ശ്ലോകമാണ്. കാലകണ്ഠം കലാമൂർത്തിം കാലാഗ്നിം കാലനാശനം നമാമി ശിരസാ ദേവം കിം നോ മൃത്യു കരിഷ്യതി. കാലകണ്ഠം, നീലകണ്ഠം എന്ന അതേ അർത്ഥം തന്നെയാണ്. കലാമൂർത്തി, കല സ്വരൂപമായിട്ടുള്ളവൻ. പ്രപഞ്ചത്തിൽ എന്തെല്ലാം കലകളുണ്ടോ അതെല്ലാം ഭഗവാൻ തന്നെയാണ്. കലാകാരന്മാർ സദാ ഉപാസിക്കുന്നത് ഭഗവാനെയാണ്. ഇപ്പൊ നടരാജഭാവത്തിലൊക്കെ ഭഗവാൻ ഒരുപാട് പ്രശസ്തിയുണ്ട്.
ഭഗവാൻ തന്നെയാണ് വാക്കുകളെ പ്രദാനം ചെയ്തത്. തൻ്റെ ഡമരു കൊട്ടിക്കൊണ്ടാണ് സംസ്കൃതത്തിലെ പദങ്ങൾ ഉച്ചരിച്ചതും അതിൽ നിന്നാണ് പിന്നീട് ഭാഷയുണ്ടായത്. അപ്പൊ എല്ലാ രീതിയിലും ലോകത്തിലുള്ള എല്ലാ കലകളും ഭഗവാനിൽ നിന്ന് ഉദ്ഭവിക്കുന്നത് കൊണ്ട് കലാമൂർത്തിയാണ് ഭഗവാൻ. കാലാഗ്നി, കാലസ്വരൂപമായ അഗ്നിയാണ്. ലോകത്തെ ഇല്ലാതെയാക്കുന്ന അവസാന കാലത്ത് പ്രളയകാലത്തിൽ ഉദ്ഭവിക്കുന്ന അഗ്നിയാണ് കാലാഗ്നി. ആ സ്വരൂപത്തിലിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. കാലനാശനം, കാലനെ ഇല്ലാതെയാക്കുന്നവൻ. ഇന്നലെ ഇന്ന് നാളെ എന്ന തോന്നലാണ് കാലം. ഈ കാലം മായയാണ്. ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാലമില്ല, ദേശമില്ല, നിത്യത മാത്രമാണ്. അതുകൊണ്ട് കാലനെ ഇല്ലാതെയാക്കുന്നത്. കാരണം ബ്രഹ്മസ്വരൂപനാണ്. അങ്ങനെയുള്ള കാലനാശനനെ ശിരസാ നമാമി, അങ്ങനെയുള്ള ദേവനെ ഞാൻ നമിക്കുന്നു. അങ്ങനെ ഭഗവാനെ നമിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ മൃത്യു കിം കരിഷ്യതി, മൃത്യു എന്ത് ചെയ്യാനാണെന്ന് ഈ 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. അടുത്തത് 11ാമത്തെ ശ്ലോകം. നീലകണ്ഠം വിരൂപാക്ഷം നിർമ്മലം നിരുപദ്രവം നമാമി ശിരസാ ദേവം കിം നോ മൃത്യു കരിഷ്യതി. നീലകണ്ഠൻ, നേരത്തെ പറഞ്ഞ അതേ അർത്ഥം. വിരൂപാക്ഷം, വിശേഷേനയുള്ള രൂപത്തോടു കൂടിയവൻ എന്നൊരർത്ഥം എടുക്കാം. വിശേഷേനയുള്ള രൂപം എന്ന് പറയുമ്പോൾ നമുക്ക് മനുഷ്യർക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിനും അപ്പുറമുള്ള രൂപം. ആ രൂപം നമ്മുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് അത് വിരൂപമായിട്ടും നമുക്ക് തോന്നാം. അപ്പൊ അങ്ങനെയുള്ള അർത്ഥത്തിലും വിരൂപാക്ഷനാണ്. ഭഗവാന്റെ കണ്ണുകൾക്ക് വളരെയധികം വിശേഷപ്പെട്ട ഒരു ഭാവമുണ്ട് എന്ന അർത്ഥത്തിലും വിരൂപാക്ഷം എടുക്കാം. ഭഗവാന്റെ കണ്ണുകൾക്ക് വിശേഷ ഭാവം എന്ന് പറഞ്ഞാൽ എല്ലാം കാണുന്നവനാണ്. അപ്പൊ സാധാരണ കണ്ണല്ല, നമ്മളെ പോലെയുള്ള കണ്ണുകളല്ല. അപ്പൊ ശ്രേഷ്ഠമായ കണ്ണുകൾ ഉള്ളവൻ എന്ന അർത്ഥത്തിലും വിരൂപാക്ഷൻ എന്നെടുക്കാം. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ കണ്ണുകൾക്ക് വിരൂപമായി തോന്നുന്നത് അത് വിശേഷേനയുള്ള രൂപമെന്നോ അതല്ലെങ്കിൽ അതിന്റെ മോശം അർത്ഥത്തിൽ നമുക്ക് ഭയം ജനിപ്പിക്കുന്ന, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള ഭാവത്തിലുള്ള രൂപമെന്നോ നമ്മൾ എന്തെല്ലാം കാണുന്നുവോ അതെല്ലാം കാണിച്ചു തരുന്നവനും ഭഗവാനാണ്. അതുകൊണ്ട് വിരൂപാക്ഷൻ. ഇങ്ങനെയെല്ലാമുള്ള ഭഗവാൻ നിർമ്മലം, പരിശുദ്ധനാണ്. ശിവൻ എന്ന് പറഞ്ഞാൽ ശുദ്ധിയാണ്. ശിവൻ എവിടെയുണ്ടോ അവിടെയാണ് ശുദ്ധം. അപ്പോൾ നിർമ്മലനാണ്. നിരുപദ്രവം, എല്ലാ ഉപദ്രവങ്ങളെയും ഇല്ലാതെയാക്കുന്നവൻ, തനിക്ക് ഒരു ഉപദ്രവവും ഇല്ലാത്തവൻ. കാലത്തിന്റെ ഉപദ്രവമാണ് പ്രധാനമായും മനുഷ്യർ അനുഭവിക്കുന്നത്. താൻ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ അത് കാലത്തിന്റെ സ്വാധീനത്തിലാണ്. ആ കർമ്മത്തിന്റെ സ്വാധീനത്തിൽ വീണ്ടും ഫലങ്ങൾ വരുന്നു. ഇങ്ങനെ പല ഉപദ്രവങ്ങളും സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെയുള്ള സൂക്ഷ്മ ശക്തികളുടെ ഉപദ്രവം, ഇതൊക്കെ മനുഷ്യർക്കുണ്ട്. പക്ഷെ ഇതൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. മാത്രവുമല്ല, ആരാശ്രയിക്കുന്നുവോ ആ ഭഗവാനെ അവർക്കും ഇത് ബാധിക്കില്ല. അപ്പൊ എല്ലാ ഉപദ്രവങ്ങളെയും ഇല്ലാതെയാക്കുന്നവൻ, അതിന്റെ സ്വാധീനമില്ലാത്തവൻ, ഒരു ഉപദ്രവവും ഭഗവാനെ സ്വാധീനിക്കുന്നില്ല. അങ്ങനത്തെയുള്ള ഭാവത്തിൽ ഇരിക്കുന്നവനെ, ആ ദേവനെ ഞാൻ ശിരസ്സുകൊണ്ട് നമിക്കുന്നു. അങ്ങനെ നമിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ മൃത്യു എന്തു ചെയ്യാനാണെന്ന് വീണ്ടും ഇവിടെ ചോദിക്കുന്നു. അടുത്തത് 12ാമത്തെ ശ്ലോകം. വാമദേവം മഹാദേവം ലോകനാഥം ജഗദ്ഗുരും നമാമി ശിരസാ ദേവം കിം നോ മൃത്യു കരിഷ്യതി. വാമദേവം, വാമം എന്നാൽ സുന്ദരം, സുന്ദരമായ സ്വരൂപത്തോടു കൂടിയ. സൗന്ദര്യം എന്ന വാക്കിനർത്ഥം ശിവനാണ്. ഭഗവാനാണ് സൗന്ദര്യം. ഭഗവാൻ ഉള്ളതെന്തോ അതാണ് സൗന്ദര്യം. അപ്പൊ നമ്മൾ ഈ ലോകത്തിൽ എവിടെയെല്ലാം സുന്ദരമായത് എന്തെല്ലാം കാണുന്നുണ്ടോ അതൊക്കെ വാസ്തവത്തിൽ ശിവൻ തന്നെയാണ്. ഇത് ഗ്രഹിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ആസ്വദിക്കുന്ന സൗന്ദര്യങ്ങളിൽ പോലും ദൈവീകത നമുക്ക് അനുഭവപ്പെടും. അപ്പൊ വാമദേവനാണ്. വാമശബ്ദത്തിന് കാമദേവൻ എന്നർത്ഥമുണ്ട്. അപ്പൊ കാമദേവനായ ലോകത്തിൽ പ്രവർത്തിക്കുന്നവൻ അഥവാ കാമദേവനാൽ പോലും പൂജിക്കപ്പെടുന്നവൻ എന്നർത്ഥത്തിലും വാമദേവ ശബ്ദം എടുക്കാം. മഹാദേവൻ, എല്ലാ ദേവതകൾക്കും അതീതനായി നിൽക്കുന്ന ഏകദേവൻ മഹാദേവൻ. ദേവതാ ശബ്ദം കൊണ്ട് പ്രകാശസ്വരൂപൻ എന്നാണ് അർത്ഥം. പ്രപഞ്ചത്തിൽ ഏതെല്ലാം ശക്തികൾ പ്രകാശിക്കുന്നുണ്ടോ അവയെ എല്ലാം നിയന്ത്രിക്കുന്ന ഏറ്റവും ഉപരി നിൽക്കുന്ന ദേവൻ മഹാദേവൻ. ലോകനാഥം, ലോകത്തിന് നാഥനായിരിക്കുന്നവൻ. കാണാൻ പറ്റുന്നത് എന്തോ അതാണ് ലോകം. ഇപ്പൊ പുറമേ ഉള്ളത് മാത്രമല്ല, അകത്തുള്ളതും ലോകമാണ്. നമുക്കകത്ത് സ്വപ്നലോകം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ പറ്റുന്നതെല്ലാം ലോകം. ആ ലോകത്തിന് ഏകനാഥനായിരിക്കുന്നവൻ ലോകനാഥൻ. ജഗദ്ഗുരു, ജഗത്തിന് ഗുരുവായിരിക്കുന്നവൻ. ദക്ഷിണാമൂർത്തിയാണ്. ഭഗവാന്റെ അടുത്ത് ചെന്നാൽ അജ്ഞാനമാകുന്ന അന്ധകാരം ഇല്ലാതെയാകും. ഭഗവാന്റെ സ്വരൂപം ജ്ഞാനമാണ്, ജ്ഞാനപ്രകാശമാണ് ഭഗവാൻ. അപ്പൊ ഭഗവാന്റെ അടുത്ത് ചെന്നാൽ അജ്ഞാനം ഇല്ലാതെയാകും. അതുകൊണ്ട് ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് മുഴുവൻ അജ്ഞാനത്തെ ഇല്ലാതെയാക്കി കൊടുക്കുന്ന ഗുരുസ്വരൂപൻ. ഇനി ലൗകികമായ അർത്ഥത്തിലും നമുക്കിവിടെ കിട്ടുന്ന എല്ലാ ജ്ഞാനവും ഭഗവത് കൃപ കൊണ്ട് മാത്രമാണ് ലഭിക്കുന്നത്. ചെറിയ ഒരു കാര്യം അറിയണമെങ്കിൽ പോലും ഭഗവാന്റെ കൃപയുണ്ടാകണം. ആ കൃപയില്ലെങ്കിൽ നമുക്കത് സാധിക്കില്ല.
മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഉള്ളിൽ ചൈതന്യമില്ലെങ്കിൽ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. അപ്പൊ ഭഗവാന്റെ കൃപ കൊണ്ടാണ് എല്ലാം ലഭിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഭഗവാൻ ജഗദ്ഗുരുവാണ്, ജഗത്തിനെ മുഴുവൻ ഗുരുവായിരിക്കുന്നവൻ. നമാമി ശിരസാ ദേവം, അങ്ങനെയുള്ള ദേവനെ ഞാൻ ശിരസ്സുകൊണ്ട് നമിക്കുന്നു. അങ്ങനെ നമിച്ചുകൊണ്ട് നിൽക്കുന്ന എന്നെ മൃത്യു എന്ത് ചെയ്യാനാണെന്ന് വീണ്ടും ചോദിക്കുന്നു. അടുത്തത് 13ാമത്തെ ശ്ലോകമാണ്. ദേവദേവം ജഗന്നാഥം ദേവേശം ഋഷഭധ്വജം നമാമി ശിരസാ ദേവം കിം നോ മൃത്യു കരിഷ്യതി. ദേവദേവം, പ്രകാശമുള്ളവരാണ് ദേവന്മാർ. ആ ദേവന്മാരെ പോലും പ്രകാശിപ്പിക്കുന്നവനാരോ അവൻ ദേവദേവൻ. ജഗന്നാഥൻ, ജഗത്തിന് മുഴുവൻ നാഥനായിരിക്കുന്നവൻ. ചലനാത്മകമാണ് ജഗത്ത്. ചലിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ ശിവതത്വം ഉണ്ടാവണം. ചലനാത്മകം, ചലനം, ശക്തി. അപ്പൊ ശക്തിക്ക് നാഥനായിരിക്കുന്നവൻ എന്നർത്ഥവും ജഗന്നാഥ ശബ്ദത്തിനുണ്ട്. ദേവേശം, ദേവന്മാരുടെ ഈശൻ. ഈശ ശബ്ദത്തിന് ഭരിക്കുന്നവൻ എന്നാണ് അർത്ഥം. ദേവന്മാരെ ഭരിക്കുന്നവൻ. ദേവന്മാര് അവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നത് ഭഗവാനെ ഭയന്നിട്ടാണ്. ഭീഷാസ്മാത് വാതഃ ഭവതി എന്ന് മന്ത്രമുണ്ട്. ആരെ ഭയന്നിട്ടാണോ കാറ്റ് ചലിക്കുന്നത്, സൂര്യൻ തപിക്കുന്നത് ആരെ ഭയന്നിട്ടാണോ അങ്ങനെയുള്ള സ്വരൂപത്തോടു കൂടിയവൻ ദേവേശൻ. ഋഷഭധ്വജം, അതായത് കാളയെ വാഹനമാക്കിയവൻ, ധർമ്മത്തെ വാഹനമാക്കിയവൻ എന്നർത്ഥം. പിന്നെ ധ്വജം എന്ന ശബ്ദത്തിന് കൊടിയടയാളം എന്നർത്ഥം എടുത്താൽ കാളയെ കൊടിയടയാളമാക്കിയിട്ടുള്ള, വൃഷഭത്തെ കൊടിയടയാളമാക്കിയിട്ടുള്ളവൻ എന്നർത്ഥവും ഇവിടെ എടുക്കാം. അങ്ങനെയുള്ള ദേവനെ ഞാൻ നമിക്കുന്നു. അങ്ങനെ നമിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ മൃത്യു എന്ത് ചെയ്യാനാണ്? ഇവിടെ വൃഷഭധ്വജം എന്ന് പറയുമ്പോൾ ധർമ്മമാണ് ഭഗവാന്റെ അടയാളം. ധർമ്മം എവിടെയെല്ലാം ശോഭിക്കുന്നുവോ അവിടെയെല്ലാം ഭഗവാന്റെ അനുഗ്രഹമുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പൊ ധർമ്മത്തെ അടയാളമാക്കി ഭഗവാന്റെ സാന്നിധ്യം അറിയാൻ പറ്റും എന്നുള്ളത് കൊണ്ട് വൃഷഭധ്വജൻ എന്നിവിടെ പറയാം. അടുത്തത് 14ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. അനന്തമവ്യയം ശാന്തം അക്ഷമാലാധരം ഹരം നമാമി ശിരസാ ദേവം കിം നോ മൃത്യു കരിഷ്യതി. അനന്തം, അന്തമില്ലാത്തത്. ഭഗവാനൊരു അറ്റമുണ്ടെന്ന് കരുതി നമ്മൾ അന്വേഷിച്ചു ചെന്നാൽ അതിനൊരു അവസാനം ഉണ്ടാവില്ല. അനന്തനായിരിക്കുന്നവനാണ്. കാരണം ദേശമോ കാലമോ ഭഗവാനില്ല. അന്തം എപ്പോഴും ദേശകാലാധീനമായതിനാണ്. അതിനതീതമായി നിൽക്കുന്നതിന് അത് ബാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അനന്തനാണ് ഭഗവാൻ. അവ്യയനാണ്, നാശമില്ലാത്തവനാണ്, ശാന്തനാണ്. ഭഗവാനാണ് ശാന്തി. നമ്മൾ മനഃശാന്തി എന്ന് പറഞ്ഞ് അനുഭവിക്കുന്നതൊക്കെ വാസ്തവത്തിൽ മനസ്സടങ്ങുമ്പോൾ നമ്മുടെ സ്വരൂപം പ്രകാശിക്കുകയാണ്. അപ്പൊ ഭഗവാന്റെ സ്വരൂപമാണ് ശാന്തി. അതുകൊണ്ട് ഭഗവാനെ അറിയണമെങ്കിൽ മനസ്സ് നമ്മൾ ശാന്തമാക്കുന്നു. അപ്പോൾ ആ ശാന്തിയായിരിക്കുന്ന, ആ ശാന്തഭാവത്തിലിരിക്കുന്ന, ശാന്തന്മാർക്ക് ലഭിക്കുന്നവനായിരിക്കുന്ന ശാന്തമൂർത്തി. അക്ഷമാലാധരം, രുദ്രാക്ഷമാലയെ ധരിച്ചവൻ. ഭഗവാന്റെ വിരക്തിയെ, വൈരാഗ്യത്തെ, ഒന്നിനോടും സംഘമില്ലാതിരിക്കുന്ന ഭാവത്തെ അക്ഷമാല സൂചിപ്പിക്കുന്നു. അങ്ങനെയുള്ള മാലയെ ധരിച്ചിരിക്കുന്നവൻ, ഹരം, എല്ലാം ഹരിക്കുന്നവൻ. ഇവിടെ ലോകത്തെ മുഴുവൻ ഹരിക്കുന്നവൻ എന്നർത്ഥമെടുക്കാം. ഒപ്പം തന്നെ നമ്മുടെ പാപങ്ങളെ ഹരിക്കുന്നവൻ, പാപവാസനയെ ഹരിക്കുന്നവൻ. അങ്ങനെ നമുക്ക് മംഗളത്തെ പ്രദാനം ചെയ്യുന്നവൻ എന്നർത്ഥവും ഹരശബ്ദത്തിനെടുക്കാം. അങ്ങനെയുള്ള ദേവനെ ശിരസ്സുകൊണ്ട് ഞാൻ നമിക്കുന്നു. അങ്ങനെ നമിച്ചു നിൽക്കുന്ന എന്നെ മൃത്യു കിം കരിഷ്യതി, എന്ത് ചെയ്യാനാണ് എന്നിവിടെ വീണ്ടും ചോദിക്കുന്നു. അടുത്തത് 15ാമത്തെ ശ്ലോകമാണ്. ആനന്ദം പരമം നിത്യം കൈവല്യപദകാരണം നമാമി ശിരസാ ദേവം കിം നോ മൃത്യു കരിഷ്യതി. ആനന്ദം, ഭഗവാന്റെ സ്വരൂപമാണ് ആനന്ദം. സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന് ഗുരുവായൂരപ്പനെ വിളിക്കുന്നുണ്ട്. ആനന്ദമാണ് ഭഗവാന്റെ സ്വരൂപം. നമ്മൾ സുഖം 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 എന്ന് പറയുന്നത് ഒരു അല്പനേരത്തേക്ക് നമ്മുടെ മനസ്സടങ്ങുമ്പോൾ ഉള്ളിൽ പ്രകാശിക്കുന്ന ഈ ആനന്ദത്തെയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ചൈതന്യ ഭാവത്തിൽ ഇരിക്കുന്നത് ആനന്ദമൂർത്തി തന്നെയാണ്. അതാണ് വാസ്തവത്തിൽ ആനന്ദം. അത് പുറമേ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒന്നല്ല. പുറമേ എന്തെല്ലാം തേടി ചെന്നാലും നമ്മുടെ ഉള്ളിലാണ് ആനന്ദം എന്നുമുള്ളത്. അപ്പൊ പുറമേ നിന്ന് ലഭിക്കുന്ന വസ്തു നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കുമ്പോൾ ഈ ആനന്ദം പ്രകാശിക്കുന്നു. അതുകൊണ്ട് സദാ അകത്ത് ആനന്ദഭാവത്തിൽ ഇരിക്കുന്നത് ശിവൻ തന്നെയാണെന്ന് മനസ്സിലാക്കണം. പരമം, ഏറ്റവും സുപ്രീമായിരിക്കുന്നവൻ. ഭഗവാൻ അതീതമായി ഒന്നുമില്ല എന്ന് നേരത്തെ പറഞ്ഞു. ആ ഭാവത്തിൽ ഇരിക്കുന്നവൻ. നമ്മൾ ലോകത്തിന്റെ ഓരോ തലങ്ങളെ തരണം ചെയ്ത് പോയാൽ ഇനി തരണം ചെയ്യാൻ ബാക്കിയില്ലാത്ത വിധം ഒരു ഭാവമുണ്ട്. അതാണ് ആ പരിപൂർണമായ ബ്രഹ്മവസ്തു. അതാണ് ഭഗവാൻ. അതുകൊണ്ട് പരമം, നിത്യം എന്നുമുള്ളത്. ഭഗവാൻ ഉണ്മയാണ്, അതുകൊണ്ട് നിത്യനാണ്. ഭഗവാന്റെ സ്വരൂപം സത്ത് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഭഗവാനെയാണ്. സത്ത് എന്നാൽ ഉണ്മ. പ്രപഞ്ചത്തിൽ പലതുമുണ്ട്, കുറച്ച് നേരത്തേക്കുണ്ട്, പിന്നെ ഇല്ലാതെയാകുന്നു വേറെ ഒന്ന്. പക്ഷെ ഇതിനെല്ലാം ഉണ്മ എന്ന അടിത്തറയായി നിൽക്കുന്ന, അടിസ്ഥാനമായി നിൽക്കുന്ന വസ്തു ബ്രഹ്മമാണ്. അതുകൊണ്ട് നിത്യനാണ്.
കൈവല്യപദ കാരണം. കൈവല്യം എന്ന് പറഞ്ഞാൽ ഏകമായ അവസ്ഥ, മോക്ഷം. അദ്വിതീയമായ ആ ഭാവത്തെ ഭഗവാന്റെ സാന്നിധ്യത്തിലേ നമുക്ക് ലഭിക്കൂ. കാരണം ഭഗവാന്റെ സ്വരൂപമാണ് കൈവല്യം. അപ്പൊ ഭഗവാൻ അതിന് കാരണമാണ്. ഭഗവാൻ മോക്ഷകാരകനാണ്. ലോകത്തിലുള്ള തന്നെ ആശ്രയിച്ചിരിക്കുന്ന എല്ലാവർക്കും മോക്ഷത്തെ, കൈവല്യത്തെ പ്രദാനം ചെയ്യുന്നവനാണ്. അങ്ങനെയുള്ള ദേവനെ ശിരസ്സുകൊണ്ട് ഞാൻ നമിച്ചിരിക്കുന്നു. അങ്ങനെ നമിച്ചിരിക്കുന്ന എന്നെ മൃത്യു എന്ത് ചെയ്യാനാണെന്ന് വീണ്ടും ചോദിക്കുന്നു. ഇനി അവസാനത്തെ ശ്ലോകമാണ്, 16ാമത്തെ ശ്ലോകം. സ്വർഗാപവർഗദാതാരം സൃഷ്ടിസ്ഥിത്യന്ത കാരിണം നമാമി ശിരസാ ദേവം കിം നോ മൃത്യു കരിഷ്യതി. സ്വർഗാപവർഗദാതാരം. സ്വർഗം എന്നാൽ ഭൗതികമായ സുഖം, അപവർഗം മോക്ഷം, ഇതിൽ നിന്നുമുള്ള മുക്തി. ഇത് രണ്ടും നൽകുന്നവനാണ് ഭഗവാൻ. നേരത്തെ ഭുക്തി മുക്തിപ്രദൻ എന്ന് പറഞ്ഞു, അതേ അർത്ഥമാണ് ഇവിടെ വരുന്നത്. സ്വർഗം എന്നാൽ ഏതെങ്കിലും ഒരു ലോകം എന്ന അർത്ഥം എടുക്കേണ്ട ആവശ്യം പോലുമില്ല. നമ്മുടെ ഈ ലോകത്തിൽ തന്നെ നമ്മൾ സുഖമായിരുന്നാൽ അത് സ്വർഗമാണ്, ദുഃഖപൂർണമായിരുന്നാൽ അത് നരകമാണ്. അപ്പോൾ സ്വർഗത്തെ നമുക്ക് ഭഗവാൻ നൽകുന്നു. ഇവിടെ നരകത്തിനുള്ള സാധ്യതയുണ്ട്, അതിനെ എല്ലാം അകറ്റി സുഖത്തെ മാത്രം നമുക്ക് പ്രദാനം ചെയ്യുന്നു ഭഗവത് കൃപ നമുക്കുണ്ടായ. അതുകൊണ്ട് സ്വർഗത്തെ നൽകുന്നു. പിന്നീട് നമുക്ക് വിരക്തി വന്ന് ഇതെല്ലാം അപൂർണമാണെന്ന ബോധം ജനിപ്പിച്ചുകൊണ്ട് ശാശ്വതമായത് ശിവൻ ഒന്ന് മാത്രമെന്ന ഭാവം ജനിപ്പിച്ച് ആ ശിവനെ ലയിപ്പിച്ചുകൊണ്ട് നമുക്ക് കൈവല്യത്തെ നൽകുന്നത് കൊണ്ട് അപവർഗത്തെയും ഭഗവാൻ നൽകുന്നു. അങ്ങനെ സ്വർഗാപവർഗ ദാതാരമാണ് ഭഗവാൻ. സൃഷ്ടിസ്ഥിത്യന്ത കാരണം. ലോകത്തെ സൃഷ്ടിക്കുന്നു, നിലനിർത്തുന്നു, ഇല്ലാതെയാക്കുന്നു. അങ്ങനെയുള്ള ദേവനെ ഞാൻ ശിരസാ നമിക്കുന്നു. അങ്ങനെ നമിച്ചിരിക്കുന്ന എന്നെ മൃത്യു കിം കരിഷ്യതി. മൃത്യു എന്ത് ചെയ്യാനാണ്? ഭക്തന്റെ അനുഭവമാണ് വീണ്ടും വീണ്ടും ഇവിടെ വ്യക്തമാകുന്നത്. മൃത്യുവിൽ നിന്നും എന്നെ രക്ഷിച്ചാലും എന്ന് പ്രാർത്ഥിക്കുകയല്ല. ഭഗവാനെ, ഞാനിതാ നിന്നെ ആശ്രയിച്ചിരിക്കുന്നു, ഇനി എനിക്ക് മൃത്യു ഇല്ല എന്ന ഉറപ്പാണ് ഭക്തൻ ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. ഭക്തിയുടെ പൂർണ്ണതയാണ് വാസ്തവത്തിൽ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഈ സ്തോത്രം ജപിക്കാൻ. നമ്മുടെ ഉള്ളിൽ ഭക്തിയെ പരമാവധി വർദ്ധിപ്പിച്ചിട്ട് വേണം ഇത് സ്തുതിക്കാൻ. അങ്ങനെ ഇത് ചൊല്ലുമ്പോൾ ഇത് നമുക്ക് എല്ലാ രക്ഷയും നൽകും. അങ്ങനെ ഇത് മന്ത്രഭാവത്തിൽ ശോഭിക്കും. അങ്ങനെയുള്ള സ്തോത്രമാണ്. ഇത് ശ്രീ മൃത്യുഞ്ജയ സ്തോത്രം സമ്പൂർണ്ണം. ഇങ്ങനെ മൃത്യുഞ്ജയ സ്തോത്രം സമ്പൂർണ്ണമാകുന്നു. 16 ശ്ലോകങ്ങളോട് കൂടിയ അതിദിവ്യമായ, മൃത്യുവിനെ ജയിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ദിവ്യൌഷധമായ, സംസാരമാകുന്ന രോഗത്തിന് ശാശ്വതമായ ഔഷധമാണ്. ഇത് അമൃതമാണ്. അങ്ങനെയുള്ള ഈ സ്തോത്രത്തെ, ഇതിൻ്റെ ഈ വ്യാഖ്യാനത്തെ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സാധിക്കുമെങ്കിൽ എല്ലാവരും ദിവസവും ഈ സ്തോത്രം പാരായണം ചെയ്യും. അർത്ഥം മനസ്സിലാക്കി ഓരോ പദങ്ങൾ ചൊല്ലുമ്പോഴും ആ അർത്ഥത്തെ ഉള്ളിൽ ഇങ്ങനെ രുചിച്ച് ഭക്തിയോടുകൂടി ജപിക്കുകയാണെങ്കിൽ നമുക്ക് ഭൗതികമായ ശ്രേഷ്ഠതയും ഉണ്ടാകും. ഭുക്തി ഭഗവാൻ നൽകും. ഒപ്പം തന്നെ നമ്മുടെ കർമ്മങ്ങളെ മുഴുവൻ തീർത്ത് നമുക്ക് മുക്തിയെയും നൽകും. അപ്പൊ ഏറ്റവും സുന്ദരമായ ജീവിതം നമുക്ക് ലഭിക്കും. അത് നൽകാനുള്ള കെൽപ്പ് ഭഗവാനുണ്ട്. ഭഗവാന്റെ അനുഭൂതി ഉള്ളിൽ ഉണ്ടാക്കാനുള്ള കെൽപ്പ് ഈ സ്തോത്രത്തിനുമുണ്ട്. അത്രയും ദിവ്യമായ സ്തോത്രമാണ്. അപ്പൊ ഈ സ്തോത്രം എല്ലാവരും ജപിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഈ എളിയ വ്യാഖ്യാനത്തെ സമർപ്പിക്കുന്നു. ഭഗവാനെ നാരായണ. ഹരി ഓം.